ഈ ക്രൈസ്തവ സഭയുടെ വക്താക്കളെ അവരുമായിട്ട് കൂടുതൽ ബന്ധം കേരള കോൺഗ്രസുകാർക്കാണ്. അപ്പോൾ PC-യുടെ BJP പ്രവേശനത്തിൽ സഭയുടെ ഒരു നിലപാടുണ്ടായിരുന്നു. അനുകൂലമായിട്ടുള്ള നിലപാടുകൾ PC-യോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ഇങ്ങനെ ആർക്കെങ്കിലും പിന്തുണാന്ന് പ്രസംഗിച്ചു നടക്കുന്ന ഇടപാടില്ല. നാളെ നിങ്ങൾ ചെന്നാലും നിങ്ങൾ കൈമുത്തി സ്നേഹം പറഞ്ഞാലും നിങ്ങൾ തല കൈവച്ച് അനുഗ്രഹിച്ചു വിടുന്നുള്ളതല്ലാതെ ഒരുത്തരോടും അങ്ങനെ പിന്തുണ കൊടുക്കുന്ന ഇടപാട് ക്രൈസ്തവ സഭയ്ക്കില്ല, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക്. എൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഞാൻ ആരോടൊക്കെ സംസാരിക്കണോ, ഏതൊക്കെ വ്യക്തികളോട് സംസാരിക്കണോ, ഏതൊക്കെ വലിയോട് സംസാരിക്കണോ, അവരെ എല്ലാം കണ്ടും ഫോണിലും സംസാരിച്ച് അവരുടെ എല്ലാം അനുഗ്രഹം വാങ്ങിയാണ് ഞാൻ BJP-യിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത്. അതിന് കൂടുതൽ വിശദീകരണത്തിനില്ല. ഞാൻ അറിയിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യം എനിക്കെന്താ, ഞാൻ അങ്ങനൊന്നും ചെയ്യാല. അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു സഹോദരതാ. മത്സരിക്കത്തില്ല എന്ന് പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലേ? എൻ്റെ പൊന്ന സഹോദരൻ, നിങ്ങൾ ബഹളം വെക്കണം, അത് സൗകര്യം ചെയ്തിട്ട് അത് പാർട്ടി തീരുമാനിക്കും. നമ്മളിപ്പം കോട്ടയം പ്രസ് ക്ലബ്ബിൽ ഇരുന്ന് പത്രപ്രവർത്തകത്തിൽ ഞാനും കൂടി സ്ഥാനാർത്ഥി സീറ്റ് നിശ്ചയിക്കാൻ പറ്റുമോ? ആഗ്രഹം നടക്കലാത്ത കാര്യങ്ങൾ നടക്കുമെന്ന് നമുക്കറിയത്തില്ല. അത് തീരുമാനിക്കട്ടെ. ഞാൻ പറഞ്ഞില്ല അലക്ഷാലും, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞില്ല. അത് പാർട്ടി തീരുമാനിക്കട്ടെ, നമുക്കതിന് ഇടപെടണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാ ഞാൻ പറഞ്ഞത്. നമുക്കിവിടെ നമ്മൾ ചർച്ച ചെയ്ത് വെറുതെ എന്തിനും കുളവാക്കുന്നത്. അത് ഷോൺ ജോർജിനെ ചോദിച്ചില്ല. എനിക്ക് അവനും മിടുക്കനാന്ന് എനിക്കറിയാം. അതുപോലെ അഭിപ്രായം പറഞ്ഞത് ശരിയല്ല, മിടുക്കനാണ്. അതുകൊണ്ടാണ് പിണറായി ഇപ്പോൾ കിടന്ന് ഇവിടെ കുടിക്കുന്നത്. എവിടെ? അപ്പം ഞാൻ കാത്തു കിടന്ന് നീ കൂട്ടത്തിലുണ്ടായിരുന്നല്ലോ. അവൻ കൂട്ടത്തിലുണ്ടായിരുന്നു. എൻ്റെ രാപ്പിനെ അവനെ അറിയാവുന്നത്. നീ ചുമ്മാ വർത്താനം പറയാൻ ഇറക്കാം. രണ്ടു ദിവസം പോയി എന്നെ കൊണ്ട് വേണ്ടാത്തൊന്നും പറയിക്കല്ലോ. ഞാൻ പറഞ്ഞേക്കാം. ഞാൻ അവിടുന്ന് പോയി കിടന്നില്ല. 30-ാം തീയതി രാത്രി എന്നെ വിളിച്ചു സെൻട്രലിൽ നിന്ന്. നാളെ എങ്ങനെയെങ്കിലും അവിടെ എത്തണം. ഞാൻ അവിടെ എത്തി. ഞാൻ അന്നും പറയാൻ ആഗ്രഹിച്ച അവൻ പറഞ്ഞുകൊണ്ട് പറയുക. ഞാനവിടെ എത്തി മുതൽ 2 മന്ത്രിമാർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മലയാളി, മുരളീധരൻ എന്ന എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത്, എൻ്റെ സുഹൃത്തും കൂടെയുള്ള മന്ത്രി. 2 മന്ത്രിമാർ. മനസ്സിലായോ? അല്ലാതെ ഒറ്റയ്ക്കൊന്നും അല്ല ഇതിലെ നടന്നു. നീ ഇതിനെ പോലല്ല, പറഞ്ഞേക്കാം. ഇത് 2 മന്ത്രിമാരാണ് എന്നെ കൊണ്ട് പറഞ്ഞു. ഞാൻ കേരള ഹൗസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കേരള ഹൗസിൽ സ്റ്റേറ്റ് കേന്ദ്രമന്ത്രിയുടെ കാറാണ് വന്നത്. ആ കാറുകളാണ് കയറ്റിക്കൊണ്ട് പോയത്. എന്ന് വെച്ചാൽ ഞാൻ ചെല്ലുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലോട്ട് ചെല്ലും. അദ്ദേഹം ആ തണുപ്പത് 0 പോയിൻ്റാണ്, അറിയാമല്ലോ. അവിടെ ഇറങ്ങി നിൽക്കുകയാണ് നല്ല മനുഷ്യൻ. ആ നിമിഷം തന്നെ 5 മിനിറ്റിന് നമ്മുടെ ഇവിടെ നിന്നുള്ള മുരളീധരൻ മന്ത്രിയും വന്നു. ഞങ്ങൾ 3-ഉം ഷോനും 4-ഉം പിന്നെ ജോർജ് കാക്കനാണ്. ഞങ്ങൾ 5 പേർ ഒരുമിച്ച് ബാക്കി എല്ലാത്തിനും പോയത്. നഡ്ഡാജിയെ പോയി കണ്ടപ്പം ഒരു മണിക്കൂർ അദ്ദേഹം സംസാരിച്ചു. കേരള റിപ്പോർട്ട്സ് മുഴുവൻ സംസാരിച്ചു, അറിയാമോ? ഇതുപോലെ അതിപ്രഗത്ഭമായ വ്യക്തിത്വം. എനിക്ക് അത്ഭുതം തോന്നി. കേരളത്തിൻ്റെ ഈ റബ്ബറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളെപ്പോലെ റബ്ബർ നല്ലോണം പഠിച്ചു വെച്ചിരിക്കാത്തേ. ആരൊക്കെ? പക്ഷെ എങ്ങനെ ജയിച്ചാൽ അവർ മന്ത്രിമാരാക്കാം ഇന്ത്യ രാജ്യത്ത്? അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി നിങ്ങൾ ഇത്ര ചീപ്പായി ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾ ഒന്നുമല്ലേ കോട്ടയം പ്രസ് ക്ലബിൻ്റെ അഭിമാന ഭാചനങ്ങളല്ലേ. അപ്പം നിങ്ങൾ ചീപ്പായി ചിന്തിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞു തരുന്നത്. ആരെന്ത് പറഞ്ഞാലും ഇന്ത്യ മഹാരാജ്യത്ത് മോദിജി എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ്റെ ഭരണത്തിലിരിക്കുമ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തെ ബഹുമാനിക്കുക. അദ്ദേഹത്തിൻ്റെ ആശീർവാദവും അനുവാദമുള്ള അതേ കക്ഷികൾ നഡ്ഡാജി അവിടെ ദേശീയ പ്രസിഡൻ്റായിരിക്കും. അങ്ങനെ എവിടെ നിന്നാണ് ജയിച്ചതെന്ന് ചോദിച്ചതിന് മറുപടി എന്താ പറയുക? ജനപിന്തുണ ഉണ്ടായിട്ടല്ലേ അവിടെ നിലയിരിക്കുമോ? മനസ്സിലായില്ലേ? നമ്മൾ ഓരോ വ്യക്തികളെ പറ്റി മോശമായിട്ട് പറയരുത്. അങ്ങനെ നിങ്ങൾ പത്രക്കാരാകുമ്പോൾ എന്തും ആകാമെന്ന് വിചാരിക്കുന്ന പത്രക്കാരുണ്ട്. ആ ടൈപ്പായിട്ട് കോട്ടയം പത്രക്കാർ പോകരുതെന്ന എൻ്റെ വിനയത്തോടുള്ള ഉപദേശം. ആർക്കാ? നിങ്ങൾ എന്നെപ്പറ്റി എന്നും ഞാൻ ഇവരെക്കൂടെ ചോദിക്കുന്നുള്ളൂ. ഞാൻ വല്ലതും കുറ്റം പറയുന്നുണ്ടോ? ചോദിക്കാം, പറയാം. അതിൻ്റെ തർക്കം. ഓരോ സാഹചര്യം അനുസരിച്ചാണ് അഭിപ്രായം പറയുന്നത്. അന്ന്
ഞാൻ നിൽക്കുന്ന മുന്നണി എന്ന് പറഞ്ഞാൽ UDF ആയിരുന്ന കാലത്ത് മോദിയുടെ പോക്ക് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ല പിന്നെ ചുമ്മാ കയറി പിന്തുണ കൊടുക്കണം, അങ്ങനെ കൊടുക്കറിയാം. എനിക്ക് ബോധ്യം അടിസ്ഥാനത്തിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ എന്താ വന്നിരിക്കുന്നത്? ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ നേതാവായി ഉയർന്നിരിക്കുക മോദി. പിന്നെ അങ്ങനെ പറ്റി അനുകൂലമല്ലാതെ തിരിച്ചങ്ങനെ പറയും. തിരിച്ചു പറയുന്നത് തലയ്ക്ക് സ്ഥിരമില്ലാത്തവരെ പറ്റുള്ളൂ. രാഷ്ട്രീയ എന്തിനേറെ പറയുന്നു. കോൺഗ്രസിന് അഖിലേന്ത്യാ പ്രസിഡന്റ് പറയുക 400 സീറ്റുമായിട്ട് മോദിജി വരുമെന്ന്. അങ്ങനെയൊക്കെ കൂടുതലല്ലോ നിങ്ങളാരും ഞാനും. ഇന്ത്യയുടെ AICC പ്രസിഡന്റ് അല്ലേ കാർഗെ, അദ്ദേഹം പറഞ്ഞത്. മോദി പോലെ 350 പറഞ്ഞ സീറ്റ്, കാർഗെ 400 എന്ന് പറഞ്ഞിരിക്കുക. പോരെ കോൺഗ്രസ് AICC പ്രസിഡന്റ്. പിന്നെയാണ് നമ്മൾ അങ്ങനെ പഠിപ്പിക്കാൻ ചെല്ലുന്നത്. ഒരു സത്യമാണ്, നീ ഇത്രയും വലിയ ഒരു നേതാവായി മോദിജി വരിക എന്ന നിസ്സാര കാര്യമൊന്നുമല്ല. ഇന്ത്യയിൽ ആർക്ക് വരാൻ കഴിയും? അവരെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് പോയപ്പോൾ എല്ലാവരും കുറ്റം പറഞ്ഞ് എല്ലാ നമ്മുടെ വലിയ 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 പൂജാരിമാരൊക്കെ പറഞ്ഞു. എന്താ അവസാനം വരാൻ വിടാത്ത എന്താ? 7 ദിവസം ഉപവാസം അനുഷ്ഠിച്ചു. മനസ്സിലായില്ല? ഉപവാസം അനുഷ്ഠിച്ച്, അതായത് ഹൈന്ദവ ശാസ്ത്രപ്രകാരമുള്ള എല്ലാ മാർഗങ്ങളും അവലംബിച്ചതിന് ശേഷമാണ് അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയത്. അതാണ് ലോകത്തിന് വലിയ സംഭവമായി മാറുന്നത്. ആ 7 ദിവസം ഭക്ഷണം കഴിക്കാതെ ഉപവാസം അനുഷ്ഠിച്ചിരുന്ന മോദിജി ആ സമയത്ത് 2 പ്രാവശ്യം ഇവിടെ വന്നെന്ന് നിങ്ങൾ ഓർക്കണം. ഇവിടെ കൊച്ചി കപ്പൽ നിർമ്മാണശാലയ്ക്ക് 4000 കോടിയുടെ കാര്യത്തിലാണ് വന്നത്. മറ്റൊന്ന് നമ്മുടെ തൃശ്ശൂരും വന്നു. അപ്പോൾ ആ മനുഷ്യൻ്റെ കഴിവിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഇപ്പം പണ്ട് കുറ്റം പറഞ്ഞു, പണ്ട് നല്ലതല്ലെന്ന് തോന്നുമ്പോൾ നല്ലതെന്ന് പറയും, നല്ലതാണെന്ന് തോന്നുമ്പോൾ നല്ലതെന്ന് പറയും. അതല്ലേ അതിൻ്റെ മാന്യത. അതാവശ്യം. അതായത് പിന്നെ ഞാൻ ആരോടെങ്കിലും അച്ചാരം വല്ലതും മേടിച്ചിട്ടുണ്ട്? ഒന്നുമില്ല.